ഫസ്റ്റ് കയറണം. എന്നിട്ട് ഗ്ലാസ് കത്ത് നീ എടുക്കും. പോരട്ട് പോരട്ട് ഇറങ്ങിക്കോ ഇറങ്ങി. നടുക്കത്തെ ബ്രേക്ക്. ഇത് ക്ലച്ച് അല്ല, ഇത് ക്ലച്ച്, ഇത് ബ്രേക്ക്, ഇത് ആക്സിലറേറ്റർ. ABC എന്ന് പറയും. ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ഓക്കെ. പിന്നെ അറിയാമോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് റിവേഴ്സ്. പിന്നെ ക്ലച്ച് പിടിച്ചിട്ട് സ്റ്റാർട്ട് ആക്കണം. അല്ല, ഫസ്റ്റിൽ ഇട്ടിട്ടാണ്. ഇത് ഹാൻഡ് ബ്രേക്ക്. അത് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് വലിച്ചിട്ട് സീറ്റിംഗ് പൊസിഷൻ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ വണ്ടിയിൽ കയറി ഇരിക്കണം. ആദ്യം സീറ്റിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ്. അപ്പം നമ്മൾ ആദ്യം പയ്യെ ബ്രേക്കേക്ക് അടിച്ച് ക്ലച്ച് ഒന്ന് ഫുള്ളി ഓടിക്കണം. ബ്രേക്കേക്ക് അടിച്ച് ബ്രേക്ക് അടിച്ച് ക്ലച്ച് ഒന്ന് ഫുള്ളി ഓടിക്കുക. എന്ത് വലിയാണോ ഓട്ടുന്നത്? അല്ലല്ലോ, കംഫർട്ടബിൾ. സ്റ്റീറിങ്ങിലോട്ട് ഒന്ന് കൈ വെച്ച് മതി. ഇത് നേരെ വരണോ? അതിപ്പോൾ സ്റ്റീറിങ് ചെറുതായിട്ട് ഒടുങ്ങിയിരിക്കുന്നുണ്ട്. കൈ വെച്ച് നോക്കുക. ഒരു ചെറിയൊരു ബെൻഡ് മതി നമുക്ക് വയ്ക്കാം. എന്നാൽ ഫുൾ ഇങ്ങനെ നൂർന്ന് ഒരിക്കലും ഒരുപാട് ഇങ്ങനെ ഇരിക്കില്ല. ചെറിയൊരു ബെൻഡിൽ. ഓക്കെ ആണോ? അത് ഓക്കെ ആയാൽ പിന്നെ സീറ്റ് വരും. സീറ്റ് വെച്ചിട്ട് ഇത്ര റെഡിയാവില്ല. നോക്കി തിരിയുന്നുണ്ടോ? സ്റ്റിയറിംഗ് ലോക്കാണ്. സ്റ്റിയറിംഗ് ലോക്കാണ്. ഇതുണ്ട് നമുക്ക് ബൈക്കിനൊക്കെ ഹാൻഡ് ലോക്ക് ഉള്ള കാരണം സ്റ്റിയറിംഗ് ലോക്ക് എടുക്കുമ്പോൾ ഇത് ഇപ്പോൾ ഒരു അനക്കം ഉണ്ടല്ലോ. ഈ അനക്കം കണ്ടില്ലേ? ഇതിങ്ങനെ പയ്യെ ഇങ്ങനെ അനക്കുക. അനക്കിക്കൊണ്ട് താക്കോല് ഉള്ളിലോട്ട് പ്രസ് ചെയ്തൊന്ന് മുന്നോട്ട് വെച്ച് ഇത് അനക്കിക്കൊണ്ട് ഇടത്തേക്ക് പയ്യെ അനക്കിക്കൊണ്ട് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് മുന്നോട്ട് വെച്ച് സ്റ്റിയറിംഗ് തിരിഞ്ഞോ? ഇപ്പോൾ സൗണ്ട് കേൾക്കുന്ന ഇൻഡിക്കേറ്റർ കിടക്കുന്നുണ്ട്. ഇനി വേറൊരു വണ്ടിയിൽ കയറിയിട്ട് സംശയം ഉണ്ടാവില്ല സ്റ്റിയറിംഗ് ലോക്ക് എടുക്കുന്നത് എങ്ങനെയാണ്. ഇത് പുഷ് ബട്ടൺ വരുന്ന വണ്ടികളാണെങ്കിൽ ആ പുഷ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ ലോക്ക് സ്റ്റിയറിംഗ് ലോക്ക് തന്നെ എടുത്തു. ഓക്കെയാണോ? ഇടുന്നതാണെങ്കിൽ നമുക്ക് വലതുകാലിനുള്ളതാണ് ബ്രേക്കും ആക്സിലേറ്ററും. അത് നമ്മളിങ്ങനെ പറിച്ച് ചവിട്ടല്ലേ. ഉപ്പൂറ്റി ഇങ്ങനെ ഒരിടത്ത് കുത്തി വെച്ചിട്ട് മാറ്റി ചവിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇടതുകാലം കൊണ്ട് ഒരിക്കലും ബ്രേക്ക് ചവിട്ടാൻ പോകില്ല. ഇടതുകാലം നമുക്ക് ക്ലച്ച് മാത്രമേ ഉള്ളൂ. ക്ലച്ച് ചവിട്ടുമ്പോൾ പകുതി ചവിട്ടി വെക്കില്ല, നന്നായിട്ട് ഫുള്ളായിട്ടാണ് വലതുകാലിന് ഇത് ഇങ്ങനെ മാറ്റി ഒന്ന് ചവിട്ടി നോക്കി. ഓക്കെ, നമുക്ക് സംശയം വരില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ താഴോട്ട് നോക്കാം. അതിന് വേണ്ടി പറയാം. ഇത്ര ഒക്കെ അല്ലേ? താക്കോൽ ഓണാക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എടുക്കാറുള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ. ഇപ്പോൾ ഗിയർ ഈ ഗിയറിൽ ഏത് ഗിയറിലാണ് കിടക്കുന്നത് അറിയാം? തേർഡാണോ? ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കും. മുമ്പോട്ട് ഫസ്റ്റും തേർഡും ഉണ്ട്. ഇത് ചെറിയ പ്ലേയും ഉണ്ട്. അപ്പം ഇതെവിടെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇപ്പം നമുക്ക് ന്യൂട്രൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണെങ്കിൽ ന്യൂട്രൽ ഇപ്പം നമുക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗിയറിലാണ് കിടക്കുന്നതെന്ന് അറിയില്ല. അപ്പം ചുമ്മാ ഫ്രീ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കിട്ടും. ഇനി മുന്നോട്ട് പോകില്ല, ഇത് കൂടുതൽ മുന്നോട്ട് പോകില്ല. അപ്പോൾ ഒരു ചെറിയ പിടുത്തം പിടിച്ചിട്ട് ന്യൂട്രൽ, അല്ലെങ്കിൽ മൊത്തം ചുമ്മാ ഫ്രീ ആയിട്ട് പുറകോട്ട് വലിക്കുക. ഈ പുറകോട്ട് പോകില്ലോ, ഒന്ന് ചെറുതായിട്ട് നട്ടിട്ട് ന്യൂട്രൽ. ആ ന്യൂട്രൽ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിന്റെ സെൻറ്ററിൽ നിന്ന് ഇവിടം വരെയുണ്ട്, റിവേഴ്സിന്റെ വരെ ഇത്രയും വരും. ഇതാണ് അതിന്റെ ന്യൂട്രൽ. അതിൽ ഈ ന്യൂട്രൽ പൊസിഷനിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് ന്യൂട്രൽ കിടക്കുമല്ലേ? ഈ ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ തേർഡിന്റെ ഫോർത്തിന്റെ പൊസിഷനിലാണ് കറക്റ്റ് കിടക്കുള്ളൂ. മുന്നോട്ട് തട്ടിയ ചുമ്മാ തട്ടിയ ഫ്രീ ആയിട്ട് തട്ടിയ തേർഡ്, ന്യൂട്രൽ, ഫോർത്ത്. ഫസ്റ്റ് ഇടണമെങ്കിൽ ന്യൂട്രൽ വന്നു ഈ ബോക്സിന്റെ ഈ സൈഡായിട്ട് വരണം. ഈ സൈഡിലെ ന്യൂട്രൽ പൊസിഷനിൽ മുന്നോട്ട് വരണം. അപ്പം നമുക്ക് ചെറിയൊരു ബലം ഈ സൈഡിലോട്ട് കൊടുത്താലേ ഫസ്റ്റ് സെക്കൻഡ് വീഴുള്ളൂ. സെക്കൻഡ് ഇടുമ്പോൾ ഇത് ന്യൂട്രൽ വന്നു, സെക്കൻഡ്. അപ്പം നമ്മൾ ന്യൂട്രൽ വരുമ്പോൾ ഫ്രീ ആയിട്ട് വിട്ടാൽ ഫ്രീ ആയിട്ടിട്ട് വലിച്ചാൽ പുറത്തേലോട്ട് പോകും. ആ ബലം നമ്മൾ എപ്പോഴും ഇവിടെ കൊടുത്തോണ്ടിരിക്കണം. ഫസ്റ്റ് സെക്കൻഡ് ഇടാൻ നേരത്ത് ഇങ്ങനെ തന്നെ വേണം. റിവേഴ്സ് ഇടാൻ നേരത്ത് നമ്മളിപ്പോൾ
ചുമ്മാ ഫ്രീ ആയിട്ട് ഇങ്ങനെ വലിച്ചാൽ റിവേഴ്സ് വരില്ല. അപ്പോൾ അതിനെ ഈ മാക്സിമം ഈ സൈഡിൽ വരെ കൊണ്ടുവന്ന റിവേഴ്സ് എടുക്കണം, എന്നാലേ റിവേഴ്സും വീഴുള്ളൂ. ഫസ്റ്റ് സെക്കൻഡ് റിവേഴ്സ് രണ്ടും രണ്ട് സൈഡിലോട്ട് പോകണം. ഈ ഒരു പ്ലേ ഇതുണ്ടോ എല്ലാ ഗിയറിലും ഉണ്ടാവും. അത് നമ്മളിങ്ങനെ ഇട്ട് ന്യൂട്രൽ ഇട്ടാലും ഫ്രീ ആയിട്ട് അത് കിടന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനെ മാറ്റി നോക്കിയാലേ നമുക്ക് അറിയത്തുള്ളൂ ന്യൂട്രാണോ എന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ഗിയർ ഒന്നിട്ട് നോക്കി. ഓക്കെ, സെക്കൻഡ് ഒന്നിട്ട് നോക്കി. ആ, അപ്പോൾ നമ്മൾ ചെറിയൊരു ബലം കൊടുക്കാം. നമ്മൾ ഈ കഴുത്തെ പിടിച്ച് മാറുന്നതിന് ഇപ്പം ന്യൂട്രൽ കൊടുക്കല്ലേ, നമ്മുടെ ഈ ഉള്ളങ്കയുടെ ഇവിടെ ഇല്ലേ ഈ പോയിന്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ട് ഫസ്റ്റ്. അതേപോലെ തന്നെ ഈ സൈഡിലോട്ട് ഇങ്ങനെ തള്ളി ഇങ്ങനെ വലിക്കണം. അപ്പോൾ സെക്കൻഡ്. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് വലിച്ചാൽ തന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ നേരെ പുറത്തേലോട്ട് പോകും, നമ്മൾക്ക് ഈ സൈഡിലോട്ട് ബലം വന്നില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തള്ളുവാണെങ്കിൽ ഈസിയാണ്. ഇതുണ്ട് ഈസി ആയിട്ട് വീഴും. തേർഡ് ഇടാൻ സെക്കൻഡ്, തേർഡ് ന്യൂട്രൽ, തേർഡ്, ഫോർത്ത്. തേർഡ് സെക്കൻഡ് വരുമ്പോൾ ന്യൂട്രൽ വന്നു, കൈ കൊണ്ട് ഇതുണ്ട് കറക്കി ഇങ്ങനെ ഒന്ന് തള്ളി വലിച്ചു. ഫസ്റ്റ് ഇടാനായിട്ടാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളങ്ങ വെച്ച് ഇങ്ങനെ തള്ളി ഫസ്റ്റ്. ഒന്നുകൂടെ ഫസ്റ്റ് ഇട്ടെ.